ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അപ്പോൾ ലൈവിൽ അടുക്കിയിരിക്കുകയാണ് ഋഷി. എവിടെയായിരുന്നു ഋഷി ഇതൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ച് ഇത്രയും കാലം? ഋഷി ഇന്ന് രാവിലെ ജാസ്മിൻ്റെ അടുത്ത് മെല്ലെ പോയിരിക്കുക, ആശ്വസിപ്പിക്കാൻ എന്ന പോണം പോയിരുന്നിട്ട് ചോദിക്കാൻ, എന്താണ് നിൻ്റെ പ്രശ്നം, പറയൂ കേൾക്കട്ടെ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ചോദിക്കും, എന്താണ് നീയും ഗബ്രിയും തമ്മിലുള്ള ബന്ധം എന്ന് ഋഷി ചോദിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയാണ്, അവനെ എനിക്കിഷ്ടമാണ്, പക്ഷെ അത് പ്രണയത്തിലേക്ക് പോവാതിരിക്കാൻ ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഋഷി ചോദിക്കും, അത് പ്രണയമല്ലേ? അപ്പം പിന്നെ ഋഷി ചോദിക്കും, നിനക്ക് പുറത്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ, നീ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജാസ്മിൻ പറയും, അതേ ഞാൻ കമ്മിറ്റഡ് ആണ് പുറത്ത്. അപ്പോൾ ഋഷി ചോദിക്കുന്നു, നീ പുറത്ത് കമ്മിറ്റഡ് ആയിട്ട് നീ അകത്ത് വന്നിട്ട് പിന്നെ ഇവനായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുന്നു. അപ്പം ജാസ്മിൻ പറയുന്നു, എനിക്ക് അവനോട് ഇഷ്ടമാണ്, പക്ഷെ അത് പ്രണയത്തിലേക്ക് പോവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഋഷി പറയുകയാണ്, എൻ്റെ ഗേൾ ഫ്രണ്ടാണ്, അതായത് ഞാൻ പുറത്ത് നിൽക്കുകയാണ്, എൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ മൂന്നാം പക്കം ഞാൻ അവളെ ഒഴിവാക്കിയിരിക്കും. ഋഷി പറയുക, നീ ചെയ്യുന്നത് എൻ്റെ ഗേൾ ഫ്രണ്ടാണ് ചെയ്യുന്നതെങ്കിൽ മൂന്നാം പക്കം ഞാൻ ഒഴിവാക്കിയിരിക്കുമെന്ന് ഋഷി ജാസ്മിനോട് പറയുകയാണ്. വളരെ വാലിഡ് പോയിൻറ്റ്. 90% ആളുകൾ ചെയ്യും, അതാണ് ഋഷി പാടെ പറഞ്ഞത്. ജാസ്മിൻ അവിടെ ചെയ്തത് 90% ആളുകളും പുറത്ത് അങ്ങനെ ഒരാൾ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ജാസ്മിൻ അതുപോലെ അകത്ത് ചെയ്താൽ അവളെ അയാൾ ഒഴിവാക്കും. അതാണ് ഋഷി എന്ന് എടുത്ത് പറഞ്ഞ പോയിൻ്റ്. കറക്റ്റ് പോയിൻ്റാണത്. പിന്നെ ഒരാൾ കമ്മിറ്റഡ് ആയിട്ട് അകത്ത് വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്താണ് അതിലുള്ളത്? വളരെ നന്നായി ഋഷി ജാസ്മിനെ ഇന്ന് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചായിരുന്നു ഋഷി?